ഹായ്. നമ്മളിന്ന് കിച്ചണിലെ വിൻഡോയെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. നമ്മൾ അധികം ഒരു ഇമ്പോർട്ടൻ്റ് കൊടുക്കാത്തൊരു സാധനമാണ് വിൻഡോയുടെ പൊസിഷൻ. നമ്മൾ കിച്ചണിൽ വിൻഡോയുടെ പൊസിഷന് നമ്മൾ അത്ര വലിയ ഇമ്പോർട്ടൻ്റ് കൊടുക്കാറില്ല. അപ്പോൾ ഇവിടെ ഉള്ളൊരു പ്രശ്നം നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ ഈ ഒരു പോർഷനിൽ, അതായത് സിങ്കിൻ്റെ പോർഷനിൽ ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. പിന്നെ അപ്പുറത്തും ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. അതായത് 2-3 പാളിയുടെ വിൻഡോ ആണ് നമ്മൾ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കസ്റ്റമർക്ക് ഇപ്പോൾ ഇവിടെ ടോപ്പിൽ കബോർഡ് വെക്കാൻ സ്പേസ് ഇല്ല. ഈ വിൻഡോ നിൽക്കുന്നതുകൊണ്ട് ഇവിടെ നമുക്കൊരു ടോപ്പ് യൂണിറ്റ്, ഏറ്റവും ഉപയോഗമുള്ളൊരു സ്ഥലമാണ് ഈ ടോപ്പ് യൂണിറ്റ്. അതായത് നമുക്ക് എളുപ്പം സാധനങ്ങൾ എടുത്ത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് സിങ്കുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഒരു GTPT വേണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ തീരുമാനിച്ചതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഹൈറ്റിൽ വിൻഡോ ക്ലോസ് ചെയ്ത് ഒരു യൂണിറ്റ് വെക്കാമെന്നാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അതായത് ഈ വരുന്ന ടൈൽസ് ഹൈറ്റിൻ്റെ മേപ്പോട്ട്. അപ്പം ഇത്രയും സ്ഥലം ഇനി ഉണ്ടാകത്തുള്ളൂ വിൻഡോ. അപ്പോൾ ഇത്രയും ക്ലോസ്ഡ് ആയിട്ട് പോകും. പക്ഷെ നമ്മളിത് ആദ്യം പ്ലാൻ ചെയ്തിരുന്നെങ്കിൽ, അതായത് വിൻഡോയുടെ കാര്യങ്ങൾ നമ്മൾ ആദ്യം തന്നെ പ്ലാൻ ചെയ്തിരുന്നെങ്കിൽ ഈ ഒരു ഇഷ്യൂ വരില്ലായിരുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഒരുപാട് വലിപ്പമില്ലാത്ത കിച്ചണിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വിൻഡോ ചെയ്യുമ്പോൾ ഇതേപോലെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇതാകുമ്പോൾ നമുക്ക് ഈ ടോപ്പിലെ കബോർഡ് സ്പേസ് പോകാതെ തന്നെ നമുക്ക് ഈ ഒരു ഹൈറ്റിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഒരു മിനിമം ഒരു 10 സെൻറ്റിമീറ്റർ ഹൈറ്റ് കൊടുക്കുക. അതിനുശേഷം ഒരു ബാലൻസ്, അതായത് ഇത് ടോട്ടൽ നമ്മുടെ ഈ ടൈൽ ഹൈറ്റ് എന്ന് പറയുന്നത് 60 സെൻറ്റിമീറ്റർ ആണ്. ഇവിടെ മുതൽ ഈ കബോർഡിൻ്റെ ബോട്ടം വരെ വരുന്നത് 60 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ അതിലൊരു 10 സെൻറ്റിമീറ്റർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു 50 സെൻറ്റിമീറ്ററിൻ്റെ ഒരു വിൻഡോ ഇവിടെ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിങ്ങനെ ഒരു വൈഡായിട്ട് തന്നെ കൊടുക്കാൻ പറ്റും. അപ്പോൾ ആകെ നമുക്ക് വരുന്നത് ഈ ടോപ്പിലൊരു ബീം വരുന്നുണ്ട്, ഈ മേളിലേക്കുള്ള ബ്രിക്ക് വർക്ക് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് അത്യാവശ്യം എയറേഷനും ലൈറ്റ് കാര്യങ്ങളെല്ലാം വരികയും ചെയ്യും. നമുക്കൊരു കബോർഡ് സ്പേസ് നമുക്ക് നഷ്ടപ്പെട്ടു പോകത്തുമില്ല. അല്ലേ? അതിൻ്റെ സൈസ് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി ഈ സ്ലാബ് ഹൈറ്റ്, അതായത് ഈ ബോട്ടം ഹൈറ്റിന് വരുന്നത് നോർമലി ഒരു 85 സെൻറ്റിമീറ്റർ വരെയാണ് ചെയ്യുന്നത്. അതിൽ താഴെയും ചെയ്യും, മാക്സിമം ഒരു 85 വരെയൊക്കെ ചെയ്യും. അപ്പോൾ 85 ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നമുക്കൊരു 60 ആണ് നമ്മുടെ ടൈൽസ് വരുന്നത്. അപ്പോൾ ടോട്ടൽ വരുന്നത് 145 വരും. അപ്പോൾ 85 കഴിഞ്ഞിട്ട് ഒരു 10 സെൻറ്റിമീറ്ററും കൂടെ ഇവിടെ ഹൈറ്റ് ആക്കണം. അതായത് വെള്ളമൊന്നും തെറിച്ച് വീഴാത്ത രീതിയിൽ ഒരു 10 സെൻറ്റിമീറ്ററെങ്കിലും ഹൈറ്റ് ആക്കിയ ശേഷം ഒരു 50 സെൻറ്റിമീറ്ററിൻ്റെ ഒരു വിൻഡോ വെക്കുക. അപ്പോൾ നമുക്ക് 85, 10, 95, 50, 145. അപ്പം ഈ ഒരു ടൈൽ ഹൈറ്റിൽ വന്ന് നിൽക്കും. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 95 സ്റ്റാർട്ട് ചെയ്തിട്ട് 145 വന്ന് നിൽക്കുന്ന രീതിയിൽ വിൻഡോ ചെയ്യും. നമുക്ക് ആകെ അഡീഷണൽ വരുന്നത് ഇവിടെ ഒരു ചെറിയൊരു ബീം അടിച്ചു കൊടുക്കേണ്ടി വരും. അതായത് ഇതിൻ്റെ മേളിലേക്കുള്ള ഒരു ബ്രിക്ക്, അല്ലെങ്കിൽ ലിൻറ്റിൽ ഹൈറ്റിലുള്ള ബ്രിക്ക് ഹോൾഡ് ചെയ്യാൻ വേണ്ടി ഒരു ചെറിയൊരു ബീം അടിച്ചു കൊടുക്കേണ്ടി വരും. അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് കബോർഡ് സ്പേസ് പോകാതെ നമുക്ക് വിൻഡോ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെ പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ നമ്മൾ ഹുഡ് ആൻഡ് ഹോബി ഏരിയ വരുന്നിടത്ത് ഇതേപോലെ ലെഫ്റ്റും റൈറ്റും ആയിട്ട് ഓരോ വിൻഡോ പ്ലേസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. സിംഗിൾ പാളി വെക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്കൊരു വിൻഡോ കിട്ടുകയും ചെയ്യും, ഒരുപാട് സ്പേസ് നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയില്ല. അപ്പോൾ ചെറിയ കിച്ചണിലൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.